മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എത്രയോ വലിയ കൃപയാ ദൈവം തന്നിരിക്കുന്നത്. ഒരു ദിവസം കൂടി ആയുസ് നീട്ടി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും, അല്ലാതെ നമ്മുടെ അവകാശമല്ലല്ലോ, ദൈവത്തിൻ്റെ ഔദാര്യം. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു, ദൈവം നമ്മോട് സ്നേഹം കാണിക്കുന്നു. ഇന്നലെ അത് കഴിഞ്ഞു പോയി. പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി കാണും. പക്ഷേ ഇന്ന് അത് പുതുക്കാനുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവിൽ നിന്ന് അകന്നു പോകാതെ. അപ്പോൾ നമ്മളിന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു ദിവസം ദൈവം നമുക്ക് തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് വരാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് ഏറെ പ്രത്യേകമായി എല്ലാ ദമ്പതികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായ മോഡൽ നമ്മുടെ മുമ്പിലുണ്ട്. പർദീസായുടെ കുടുംബമല്ല, തിരുക്കുടുംബം. അപ്പോൾ ആ മോഡൽ അനുസരിച്ച് ആ കുടുംബത്തിൻ്റെ വിളക്കായി പ്രശോഭിച്ച ആ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ ദമ്പതികൾക്കും വേണ്ടി യാചിക്കാം. പ്രത്യേക നിയോഗം വെച്ച് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ പോയെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ദൈവം ഇന്നേ ദിവസം നൽകുന്ന സന്ദേശം അത് നമുക്ക് ശ്രവിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. ആ ശ്രവിക്കുന്ന വചനം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിഞ്ഞ് വേരൂന്നുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനമാകുന്ന വിത്ത് ഉള്ളിൽ ആഴത്തിൽ പതിയണമെങ്കിൽ ഉഴുതുമറിക്കുന്ന അനുഭവമുണ്ട്. മണ്ണ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഉഴുതുമറിക്കുന്ന അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. മണ്ണിന് വേദന ഉണ്ടാകുമായിരിക്കും. പക്ഷേ ആ ഉഴുതുമറിക്കൽ വിത്ത് ആഴത്തിൽ ഉയരോടുന്നതിന് സഹായകരമാണ്. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വചനം മാംസം സ്വീകരിച്ച് ലോകത്തിന് കൊടുത്തതുപോലെ കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി. പിതാവായ ദൈവമേ, പുത്രനിലൂടെ വെളിവാക്കപ്പെട്ട വചനം അത് ഞങ്ങളിൽ അവിടുന്ന് വേരൂന്നുന്നതിന് ഞങ്ങൾക്ക് ഇന്നേ ദിവസം നൽകുന്ന വചനം യഥാർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ആ വചനം ഞങ്ങളിൽ മാംസം ധരിക്കുവാനും അനേകർക്ക് പ്രചോദനമാകുവാനും
സന്തോഷം നൽകുവാനും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബ്ലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാതലായ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്: മാനസാന്തരപ്പെടുവിൻ. കാരണം എന്താ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിക്കുന്ന സാഹചര്യമാണ് യേശുവിൻ്റെ വരവോടുകൂടി. ആ സ്വർഗരാജ്യം സമീപിക്കുന്ന അവസ്ഥയിൽ അതിലേക്കുള്ള പ്രവേശനം സാധ്യമാകണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ: മാനസാന്തരപ്പെടുവിൻ. യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈ ഒരൊറ്റ വചനത്തോടു കൂടിയാണ്. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പോവുകയും തുടർന്ന് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പൈശാചിക ശക്തിയുടെ പ്രലോഭനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിജീവിച്ച് ശക്തി പ്രാപിച്ച് തിരിച്ചു വരുന്ന ഗലീലിയിലേക്കാണ് വരുന്നത്. ഇവിടെ ഈ ഗലീലി എന്ന് പറയുന്നത് വിജാതിയരുടെ പ്രദേശമാണ്. നഫ്താലി പ്രദേശങ്ങൾ, ജോർദാൻ്റെ മറുകര. അവിടെ എന്തായിരുന്നു? അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. സ്നാപയോനാൻ്റെ സാക്ഷ്യത്തിലുണ്ട് ഏറ്റവും വലിയ പ്രകാശം സൂര്യൻ്റെ സ്ഥാനത്താണ് വരുന്നത്. സ്നാപയോനാൻ ചന്ദ്രനാണ്. ചന്ദ്രന് സ്വയമായിട്ട് പ്രകാശമില്ല, സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തെ ഭൂമിക്ക് കൊടുക്കുകയാണ് ചന്ദ്രൻ്റെ റോള്. യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. സുവിശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥ പ്രകാശമായിട്ട് യേശു വരികയാണ്. യേശു ഗലീലിയിലേക്ക് വന്നു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം കാണാത്ത മേഖലയിൽ പ്രകാശമായി ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്, വലിയൊരു പ്രകാശമായിട്ട്. എന്നിട്ട് ഏറ്റവും ആദ്യം പറയുന്ന വചനം ശ്രദ്ധേയമാണ്. ഈ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ: ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ മനസ്സിൻ്റെ മാറ്റം, മനസ്സിൻ്റെ അന്തരം, മനസ്സ് രൂപം മാറണം. ഇപ്പോഴുള്ള അവസ്ഥ പോരാ. നീ ഇന്ന് എവിടെ നിൽക്കുന്നു, എവിടെയായിരിക്കുന്നു, അതിൽ നിന്ന് നീ എവിടെയാണ് ആയിരിക്കേണ്ടത്, ആ അവസ്ഥയിലേക്കുള്ള നിൻ്റെ വളർച്ച, ഉയർച്ച. മനസ്സിന്, ഇപ്പോഴുള്ള മനസ്സിന് മാറ്റം ഉണ്ടാവണം എന്ന ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലേ മനസ്സ് മാറുകയുള്ളൂ.
നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് മാറ്റാനാണ് നമുക്ക് ഉത്സാഹം കൂടുതൽ. നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് നമുക്കേറെ താല്പര്യവും. പക്ഷേ സ്വയം കണ്ടെത്തുമ്പോഴേ സ്വന്തം മനസ്സ് മാറണം. മറ്റുള്ളവരുടെ മനസ്സ് അവർ മാറ്റിക്കൊള്ളും. നമുക്ക് നമ്മുടെ മനസ്സ് മാറാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് ദൈവത്തിലെ പക്കലേക്കുള്ള മടക്കയാത്രയാണ് ഈ മാനസാന്തരം. പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ധൂർത്തപുത്രൻ അങ്ങനെയല്ല, പിതാവിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ നിന്നും അകലും. അവർ അകലെയാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരിച്ചറിവ് കിട്ടുന്ന വ്യക്തി തിരിച്ചു പോയേ പറ്റൂ. തിരിച്ചു പോകേണ്ടിടത്തേക്ക് പോകണം, ആയിരിക്കേണ്ടിടത്തേക്ക് പോകണം. മടക്കയാത്ര. അപ്പോൾ നമുക്കറിയാം, യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ പറഞ്ഞ വചനവും ഈ കറക്റ്റ് ഇത് തന്നെയാണ്. എങ്ങനെയാണ് രക്ഷകനെ സ്വീകരിക്കേണ്ടത്? ഇവിടെ പിന്നെ സ്നാപയോഹന്നാൻ പറയുന്ന വാക്ക് ഇത് തന്നെയാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. അതിന് യോജിച്ച സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫലം തരാത്ത വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ കോടാലി വയ്ക്കും, വെട്ടി തീയിലെറിയും. വളരെ കർക്കശമായിരുന്നു സ്നാപകൻ്റെ വാക്കുകൾ. പക്ഷേ യേശു വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. കർക്കശ സ്വഭാവം പുലർത്തിയ ഭക്തനായ പ്രവാചകനായ സ്നാപകൻ പോലും പറയുന്നിടത്ത് കരുണയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ എല്ലാവരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് ആകർഷിക്കുന്ന കർത്താവ്. അപ്പോൾ ഇവിടെ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് സ്നാപകൻ പറഞ്ഞു. മനുഷ്യന് സ്വർഗരാജ്യം നൽകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ആ ദൗത്യം പൂർത്തിയാക്കി കുരിശിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു ഈ വാക്ക് പാലിക്കുകയാണ്. ഏത്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെട്ട ഒരാൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം കൊടുക്കുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട്. താൻ എന്തിനു വേണ്ടി വന്നോ അത് നേടിയതിൻ്റെ ആദ്യ ഫലം ആർക്ക് കിട്ടി? കുരിശിൻ്റെ വലതുഭാഗത്ത് കിടന്നയാൾക്ക്. കാരണം അവൻ എന്താ പറഞ്ഞ? യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഇടതുവശത്ത് കിടന്ന കള്ളൻ അവൻ തെറിയും പറഞ്ഞ് കിടക്കുകയാണ്. സർവ്വരെയും, കർത്താവിനെ പോലും പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. വലതുവശത്ത് തൂങ്ങിയ കള്ളനോ, അവന് കർത്താവിനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് അവനെ തന്നെ തിരിച്ചറിയുവാണ്. മനസ്സ് മാറി. ഇതുപോലെ ശാന്തനായി കുരിശിൽ കിടക്കുന്ന ആളെ ക്ഷമിക്കുന്ന യേശുവിനെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അവൻ തിരിച്ചറിയുവാണ്. അവൻ പറഞ്ഞു, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവൻ്റെ മനസ്സ് മാറി. അവൻ്റെ മനസ്സ് മാറി. മനസ്സിന് മാറ്റം വന്നു, അന്തരം വന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉടനെ യേശു പറഞ്ഞ വാക്കെന്താണ്? നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, പാപത്തിനെല്ലാം പരിഹാരമായിട്ട് മനസ്താപപ്രകടനം ഒരു 3 പ്രാവശ്യം ചെല്ല്. കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. കർത്താവ് ഉടനെ അവനെ കയറ്റുക. രക്ഷയുടെ ആദ്യ ഫലം ഇതാണ്. വാസ്തവത്തിൽ അവസാന നിമിഷം സ്വർഗരാജ്യം കൈക്കലാക്കുന്ന അനുഭവമാണ് മാനസാന്തരം. 100 ആടുണ്ടായിരിക്കെ 1 നഷ്ടപ്പെട്ടപ്പോൾ 99 വിട്ടിട്ട് ആ 1 തേടിപ്പോയ കർത്താവ്. ആ 1
എവിടെ ആയിരിക്കണം? അവൻ ആ 99 കൂടെ ആയിരിക്കണം. ധൂർത്തപുത്രൻ അകന്നുപോയി, അവനായിരിക്കേണ്ടത് അവൻ്റെ പിതൃഭവനത്തിലാണ്. അവിടെയാണ് ആയിരിക്കേണ്ടത്. തിരിച്ചു പോവുകയാണ്. നഷ്ടപ്പെട്ട ഒരു നാണയവും ബാക്കി 9 കൂട്ടത്തിലേക്ക് പോകേണ്ടതാണ്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ 3 തിരിച്ചു മടക്കയാത്രയിലും വലിയ സന്തോഷം സ്വർഗത്തിൽ. ഈ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതിന് തടസ്സമായി നിൽക്കുന്നത് മുഴുവനും, പശ്ചാത്താപത്തിനും മാനസാന്തരത്തിനും തടസ്സമായി നിൽക്കുന്നത് പാപബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഇന്നുള്ളത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും വിമർശിക്കാനും നല്ല ഉത്സാഹമാണ്. പക്ഷേ ഒരാളുടെ നേർക്ക് ചൂണ്ടുവിരൽ നിവർത്തുമ്പോൾ ബാക്കി 4 വിരലും തൻ്റെ നെഞ്ചിലേക്കാണെന്ന് അവൻ അറിയുന്നില്ല. സ്വയം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബോധമുണ്ടായി ധൂർത്തപുത്രന്. സുബോധമുണ്ടായപ്പോൾ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് അടിക്കുകയാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്ന സ്വർഗരാജ്യവും ഇതിൻ്റെ പിന്നിൽ ഇതുതന്നെയാണ്. നമുക്ക് ആ ഒരു ചിന്തയേ ഇല്ല. അപ്പോൾ മനസ്താപം വിലപ്പോകുന്ന ഏക കോടതി കർത്താവിൻ്റെ അടുത്താണ്. കർത്താവിൻ്റെ അടുക്ക് തിരിച്ചു ചെന്നാൽ കർത്താവ് 2 കരങ്ങളും നീട്ടി ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. നമ്മുടെ കുറവുകൾ കണ്ടെത്തി കർത്താവിൻ്റെ കാൽക്കൽ വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഞങ്ങൾക്കായി നൽകിയല്ലോ. കർത്താവേ, അവിടുത്തെ ആ കരുണയും സ്നേഹവും പുത്രനിലൂടെ വെളിവാക്കപ്പെട്ടതാണല്ലോ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ചുങ്കക്കാരെയും പാപികളെയും ഒരാളെപ്പോലും നേടാൻ വേണ്ടി 2000 പന്നികളെപ്പോലും നശിപ്പിക്കുന്ന അനുഭവം. കർത്താവെ, അങ്ങനെ ഏറ്റവും വിലയുള്ളതായി ഞങ്ങളെ കണ്ടു. വിലപ്പെട്ടവരായി ഞങ്ങളെ കണ്ടതുകൊണ്ടാണല്ലോ, ബഹുമാന്യരായി കണ്ടതുകൊണ്ടാണല്ലോ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളിൽ ഒരാൾ പോലും നശിക്കാതിരിക്കുന്നതിന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതിനും അതിലൂടെ രക്ഷ കൈവരുന്നതിനും അവിടുത്തെ പുത്രനെ അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ, പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ മറ്റുള്ളവർക്കാണെന്ന് വിധിക്കാതെ സ്വയം കണ്ടെത്താനുള്ള കൃപ തന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങളിന്ന് പ്രത്യേകമായി നിയോഗം വയ്ക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. We are
ദൈവസ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. എന്നകതാരിൽ കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം. എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. എന്നകതാരിൽ കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം. എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. മാറിടാത്ത സ്നേഹം മാറോടണച്ചിടും സ്നേഹം. മാറിടാത്ത സ്നേഹം മാറോടണച്ചിടും സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. സ്നേഹമാണൻ ദൈവം സ്നേഹിതനാകും ദൈവം. സ്നേഹമാണൻ ദൈവം സ്നേഹിതനാകും ദൈവം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. കർത്താവായ ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടുകൂടെ, കർത്താവ് നമ്മോടുകൂടെ ആയിരിക്കുന്ന അനുഭവമാണ്. ആ ആശീർവാദം നമുക്ക് സഭയോടും സഭയെ നയിക്കുന്ന മാർപ്പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും മെത്രാപ്പൊലിത്താമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, ആത്മായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് ഭക്തിയോടെ ദാഹത്തോടെ ആ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയൻ കൂടാരങ്ങളിൽ ഇന്നേ ദിവസം ലോകം മുഴുവനും അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളോട് ചേർത്ത് നമുക്കൊരു ജപമാല ചൊല്ലി ഗുഡ്നസ് ടി വിയുടെ വിജയത്തിനും ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഒപ്പം മറക്കരുത്, എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി സ്നേഹത്തിൽ ഒന്നിക്കുന്നതിന്, മരണം വരെ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കുന്നതിന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ന് നല്ലൊരു ദിവസം, ദൈവത്തോട് കൂടെയുള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്
സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.